2026 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആരംഭിച്ചതോടെ ട്രെയിൻ യാത്ര പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ട്രെയിൻ യാത്രക്കാർക്ക് ഇതൊരു സുപ്രധാന നവീകരണമാണെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ റെയിൽവേയുടെയും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പ്രകാരം സ്ലീപ്പർ വേരിയന്റ് ഇന്ത്യയിലെ ദീർഘദൂര രാത്രി യാത്രകളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ്. ബംഗളൂരുവിൽ നിന്ന് പൂനെയിലേക്കുള്ള 18 മണിക്കൂർ ട്രെയിൻ യാത്ര ഇനി 13 മണിക്കൂറായി ചുരുങ്ങും. ദീർഘദൂര റൂട്ടുകളിലെ രാത്രി ട്രെയിൻ യാത്രകളിൽ വിപ്ലവകരമായ മാറ്റമാകും പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ വരവോടെ ഉണ്ടാവുക. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ഹൗറ ഗുവാഹത്തി റൂട്ടിൽ ഈ വർഷം ജനുവരിയിൽ സർവീസ് ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ട്രെയിൻ വരാൻ പോകുന്നത്. റൂട്ടിൽ യാത്രാ സമയത്തിൽ വലിയ ലാഭമാണ് സ്ലീപ്പർ ട്രെയിൻ വരുത്തുക. പുതിയ റൂട്ടിൽ കൃത്യമായ നിരക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ റൂട്ടിലെ വിലനിർണ്ണയം അനുസരിച്ച് തന്നെയാകും ടിക്കറ്റ് നിരക്കുകൾ നിർദ്ദേശിക്കുക. 2 IT ഹബ്ബുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് കോറിഡോറായി ബംഗളൂരു പൂനെ റൂട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആധുനികമായ സൗകര്യങ്ങളോടെ ട്രാക്കിലെത്തുന്ന ഈ ട്രെയിൻ രാജ്യത്തെ രണ്ടാമത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസാണ്. 2026 ജനുവരി 17 ഹൗറ കാമാഖ്യ റൂട്ടിൽ ആരംഭിച്ചതാണ് ആദ്യത്തെ സ്ലീപ്പർ സർവീസ്. നിലവിൽ പൂനെയ്ക്കും ബംഗളൂരുവിനുമിടയിൽ ഉദ്യാൻ എക്സ്പ്രസ്, കോയമ്പത്തൂർ എക്സ്പ്രസ് എന്നിവ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ യാത്രാ സമയം വളരെ കൂടുതലാണ്. ഉദ്യാൻ എക്സ്പ്രസ് 18 മണിക്കൂർ 15 മിനിറ്റും കോയമ്പത്തൂർ എക്സ്പ്രസ് 19 മണിക്കൂർ 20 മിനിറ്റും എടുത്താണ് ഈ റൂട്ടിൽ ഓടുന്നത്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പൂനെ, സോളാപൂർ, വാടി വഴിയാണ് ബംഗളൂരുവിൽ എത്തിച്ചേരുന്നത്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഡൌൺവാടി, വാണ്ടിഗുണ്ടക്കൽ റൂട്ടുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. കലബുറഗി, ഹുബ്ബള്ളി വഴിയുള്ള ബദൽ റൂട്ടും പരിഗണനയിലുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. ഏപ്രിൽ 5 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ബംഗളൂരു സെൻട്രൽ MBPC മോഹൻ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കത്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതോടെയാണ് പൊതുജനശ്രദ്ധ നേടിയത്. നിലവിൽ ബംഗളൂരുവിനും പൂനെയ്ക്കുമിടയിലുള്ള യാത്രാസമയം 18 മണിക്കൂറിന് മുകളിലാണ്. ഏകദേശം 938 കിലോമീറ്റർ ദൂരമാണുള്ളത്. എന്നാൽ മുംബൈ ബംഗളൂരു പാതയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എത്തുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ. 18 മണിക്കൂറോളം നീളുന്ന യാത്ര 12 മുതൽ 13 വരെയായി കുറയുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ എല്ലാ കോച്ചുകളും എയർ കണ്ടീഷൻഡ് ആയിരിക്കും. AC ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടയർ ബെർത്തുകൾ ഉണ്ടായിരിക്കും. 16 കോച്ച് ട്രെയിൻ കോമ്പോസിഷൻ ആയിരിക്കും. 800ഓളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ബെർത്തുകളും സുഗമമായ യാത്രയ്ക്കായി മെച്ചപ്പെട്ട സസ്പെൻഷൻ സംവിധാനവും ഉണ്ട്. ഒച്ചയും ബഹളവും കുറയ്ക്കുന്ന ടെക്നോളജിയും കവച് ഉൾപ്പെടെയുള്ള നൂതന സുരക്ഷാ സംവിധാനവും വന്ദേ ഭാരത് ട്രെയിനുകൾക്കുണ്ട്. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വേഗത, ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം എന്നിവയും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പ്രത്യേകതയാണ്. അതേസമയം യാത്രാ നിരക്ക് എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഒന്നും വന്നിട്ടില്ല. ഈ പാതയിലെ തിരക്കേറിയ കേന്ദ്രങ്ങളിലൊന്നായ പൂനെയിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് പരോക്ഷമായി ഗുണം ചെയ്യുന്നതായിരിക്കും പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ വന്ദേ ഭാരത് ട്രെയിൻ ജമ്മുവിനെയും കശ്മീർ താഴ്വരയും നേരിട്ട് ബന്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇതിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് അനുമതിയും ലഭിച്ചു. ഏപ്രിൽ 30 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇരുമേഖലകളെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. നിലവിൽ ശ്രീനഗറിനും ഖത്രയ്ക്കുമിടയിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് പ്രവർത്തിക്കുന്നത്. കൂടാതെ അതിവേഗ റെയിൽ ഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗണ്യമായി ഉയരുന്നുവെന്നും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നതോടെയാണ് ഈ വളർച്ചയുടെ വ്യാപ്തി വ്യക്തമായത്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ അതിശയകരമായി ഉയർന്നിരിക്കുകയാണ്. 2025-26 കാലയളവിൽ മാത്രം ഏകദേശം 3.98 കോടി യാത്രക്കാരാണ് വന്ദേ ഭാരത് റൂട്ടുകളിൽ യാത്ര ചെയ്തത്. മുൻവർഷമായ 2024-25 ഇത് 2.97 കോടിയായിരുന്നു. ഈ കണക്കുകൾ പ്രകാരം ഏകദേശം 34% വളർച്ചയാണ് ഒരു വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.